ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം, നമ്മളെ വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്താണ് നോട്ടിഫിക്കേഷൻ എന്നത്. യെസ്, STO അഥവാ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. STOയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അല്ലേ. എപ്പോഴാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത്, കഴിഞ്ഞതിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, ഏതൊക്കെയാണ് സബ്ജക്റ്റ് വരിക, അതുപോലെ സബ്ജക്റ്റിൽ പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകും നമ്മളെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ, കൊമേഴ്സ് അല്ലേ. കൊമേഴ്സിൽ ടാക്സിലേക്കല്ല നമ്മൾ പോകുന്നത്, മറിച്ച് അക്കൗണ്ടൻസി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഏരിയ. ടാക്സിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും, അതല്ല. ഇവിടെ നമ്മൾ അക്കൗണ്ടൻസി അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോലുള്ള ഏരിയകൾ അവിടെ എങ്ങനെയാണ് നമുക്ക് അവിടെ പഠിക്കാൻ വേണ്ടി പറ്റുക, എന്തൊക്കെയാണ് അവിടുത്തെ സാധ്യതകൾ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ CCയുടെ ആപ്പിൽ നിങ്ങൾക്കറിയാം ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. ടീച്ചിങ്, അതേപോലെ നോൺ ടീച്ചിങ്, PSC, SSC തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ കരിയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാം. ശരി, നോക്കിയേ, കേരള PSCയുടെ ആണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ STO എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ സബ്ജക്റ്റുകളെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അതിൽ നമ്മളെ കൊമേഴ്സ് സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി വരുന്നുണ്ട്. അക്കൗണ്ടൻസി തന്നെ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. സിലബസ് 2021 സിലബസ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ FM-ലെ കുറച്ച് കാര്യങ്ങൾ, ടാക്സ്, അതേപോലെ തന്നെ ലോ അല്ലേ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ വരാനുള്ളത് കൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് മാറ്റം വരിക എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്നേരം കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ നമുക്കുള്ളത്, ഇപ്പോഴുള്ള നമ്മളെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നോക്കിയേ, ഇവിടെ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്ട്രാറ്റജി പറ്റിയാണ് പറയാൻ പോകുന്നത്. അക്കൗണ്ടൻസിയും അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അക്കൗണ്ടൻസി ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ നമുക്ക് അക്കൗണ്ടൻസിയും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനും കൂടി നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും? നമുക്ക് ഏതാണ്ട് 40ഓളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എത്രയാണ്? 40ഓളം മാർക്ക്. അപ്പൊ 100 മാർക്കിന്റെ ഒരു പരീക്ഷയില് 40ഓളം മാർക്ക് നമുക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും? ഈ അക്കൗണ്ടൻസിന്നും അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നോക്കിയേ, അക്കൗണ്ടൻസിന് എത്ര മാർക്കാണ് നമുക്ക്? അക്കൗണ്ടൻസിന് 25 മാർക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് 15 മാർക്കുമാണ്. അക്കൗണ്ടൻസിന്ന് 25 മാർക്കും അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് 15 മാർക്കുമാണ് നമുക്കുള്ളത്. അപ്പൊ ഇത്രയും മാർക്ക് നമുക്ക്, ഏതാണ്ട് 40ഓളം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, നമുക്ക് അക്കൗണ്ടൻസിയിലും അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെയും ഒരു കേസിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ STO പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കാൻ വേണ്ടി പറ്റുക, നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താ? 40% ഓഫ് ദി ടോട്ടൽ സിലബസ് അല്ലെ. നമ്മളെ എൻറ്റയർലി ഉള്ള ടോട്ടൽ സിലബസിൽ അവിടെ കൊമേഴ്സ് സബ്ജക്ട് വരുന്നുണ്ട്, പിന്നെയോ ടാക്സ് വരുന്നുണ്ട്. ടാക്സ് നമുക്ക് അതായത് കൊമേഴ്സിന്റെ തന്നെ ആണെങ്കിൽ കൂടി ടാക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, വേർതിരിച്ചെടുക്കാം. പിന്നീടോ ലോ വരുന്നുണ്ട്, അതേപോലെ IT, GK തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ഇത്രയും പേപ്പറിൽ നിന്നും ഏതാണ്ട് 40% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എവിടെ നിന്ന് പറ്റും? നമ്മളെ അക്കൗണ്ടൻസിന്നും അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്നും പറ്റും അല്ലെ. 40% മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടൻസിനും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനും നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. ഓക്കെ, പിന്നീട് കൊമേഴ്സ് സ്റ്റുഡൻസ് ഹാവ് എ സ്ട്രോങ് അഡ്വാൻറ്റേജ്. അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ, നമ്മൾ അക്കൗണ്ടൻസിയും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രോങ് ഏരിയ ആണ് അല്ലെ. കാരണം എന്താ, നമ്മൾ ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തുടർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ട്രോങ് ഏരിയ ആണ് എന്ത്, നമ്മൾ അക്കൗണ്ടൻസി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ ഈ രണ്ട് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്ട്രോങ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയ എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് മാർക്ക് എന്ത് ചെയ്യണം, വാങ്ങണം. ആ ഏരിയ മാക്സിമം മാർക്ക് നമുക്ക് വാങ്ങണം. പിന്നീട് ന്യൂമറിക്കൽ ആൻഡ് കൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മളെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ വെറുതെ തിയറി മാത്രമായുള്ള ചോദ്യങ്ങൾ വരും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. തിയറിയും വരും, അതേപോലെ ന്യൂമറിക് ആയുള്ള അല്ലെ. ന്യൂമറിക് എന്ന് ഉദ്ദേശിച്ച പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് ആയുള്ള ചോദ്യങ്ങളും വരും. അപ്പോൾ അവിടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഇക്വേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഓരോ ഇക്വേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നീട് സ്കോറിംഗ് ഏരിയ വിത്ത് പ്രോപ്പർ പ്രിപ്പറേഷൻ. അടുത്ത എന്താ, നമ്മളെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഒന്നും ഒരു മാർക്ക് പോലും മിസ്സാവാതെ നമ്മൾ എന്ത് ചെയ്യുക, നേടണം. ഓക്കെ, അതെങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും? അതായത് നല്ലൊരു എന്താ പറയാ, ഒരു നല്ലൊരു അധ്യാപകനാണെങ്കിൽ അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്റ്റ് അല്ലെ, അയാൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ
അറിയുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ അതിൽ അയാൾ എന്തായിരിക്കും സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പം നമുക്കറിയാം നമ്മളെ കൊമേഴ്സ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, കൊമേഴ്സ് സബ്ജക്റ്റിലാണെങ്കിൽ ഫിനാൻസ് ആയാലും HR ആയാലും അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ മാനേജ്മെന്റ് ആണെങ്കിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള അല്ലെങ്കിൽ HR പോലുള്ള ഏരിയകൾ, സയൻസ് വിഷയങ്ങളാണെങ്കിൽ BSc ആണ് സുവോളജി, ബോട്ടണി, അങ്ങനെ BSc ആണെങ്കിൽ കൂടി അതിലെന്താണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ അയാൾ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ നോളജ് അയാൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾ എവിടെ വന്നാലും അതിന് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഏരിയ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഏരിയയിൽ നമുക്ക് ഒരു മാർക്ക് കൂടെ കുറയാൻ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതുകൂടാതെ അടുത്ത ഏരിയ, അതായത് ഞാൻ പറഞ്ഞ സിലബസിലെ ഏരിയകൾ, അടുത്ത ഒരു ഏരിയ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ചെയ്യേണ്ടത് പ്രോപ്പർ പ്രിപ്പറേഷൻ. എന്താ നേടേണ്ടത്, പ്രോപ്പർ പ്രിപ്പറേഷൻ ചെയ്യാം അല്ലെ. ആ പ്രോപ്പർ പ്രിപ്പറേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മാർക്കും, അതായത് നല്ല രീതിയിൽ ഈ പേപ്പറിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്ജക്റ്റും അതേപോലെ മാർക്കും നമുക്ക് നോക്കാം അല്ലെ. ആദ്യം ബേസിക് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് 4 മാർക്കിനാണ് നമുക്ക് സിലബസ് ചോദിക്കാൻ സാധ്യത ഉള്ളത് അല്ലെ. ഇത് കഴിഞ്ഞ സിലബസ് വെച്ചാണ് പറയുന്നത്. 4 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യത ഉള്ളത്. പിന്നെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ഇപ്പൊ ബേസിക് ഓഫ് അക്കൗണ്ട്സ് തന്നെ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, അക്കൗണ്ട്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് അല്ലെ. കോൺസെപ്റ്റ്, അതേപോലെ നമ്മളെ റൂളുകൾ, IFRS, അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിലപ്പം ബേസിക് ഓഫ് അക്കൗണ്ട്സിൽ വരാം. പിന്നീട് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ പ്രധാനമായിട്ട് എന്താ, അഡ്മിഷൻ ഓഫ് പാർട്ണർ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പ് ഫേമിന്റെ ഇമ്പോർട്ടന്റ്, അതിൻ്റെ അകത്ത് ഉള്ളിൽ ടൈപ്പ് ഓഫ് പാർട്ണർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവിടെ വരാം. അവിടെ പാർട്ണർഷിപ്പ് അക്കൗണ്ട് വരാം. അവിടെ എത്ര മാർക്കാ, 4 മാർക്കാ. അടുത്ത കമ്പനി അക്കൗണ്ട്സ്. കമ്പനി അക്കൗണ്ട്സിൽ എന്തൊക്കെ വരും, ഷെയർ, ഡിബഞ്ചർ, അതുപോലെ ഷെയറിന്റെ തന്നെ എന്തൊക്കെ വരും, കോളിംഗ് വരും അല്ലെ. അവിടെ ഇഷ്യൂ ഓഫ് ഷെയർസ് വരും. ഇഷ്യൂ ഓഫ് ഷെയറിൽ തന്നെ ടൈപ്പ് ഓഫ് അലോട്ട്മെന്റ് മണി എന്താണ്, അതേപോലെ കോളിൻ എന്താണ്, കോളിൻ അരിയേഴ്സ് എന്താണ്, സെക്യൂരിറ്റീസ് ഫ്രീ അക്കൗണ്ട് എപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണ്. അതേപോലെ തന്നെ ഇവിടെ കമ്പനി അക്കൗണ്ട്സിൽ പിന്നെ വരാനുള്ള സാധ്യത എന്താണ്, നമ്മളെ ഷെഡ്യൂൾ 3 കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടെ എന്തൊക്കെയാണ് അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളും കൂടി വരാൻ സാധ്യതയുണ്ട്. അവിടെ 4 മാർക്കാണ്. പിന്നീട് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് 5 മാർക്കിനുണ്ട് അല്ലെ. കോസ്റ്റ് അക്കൗണ്ടിങ് 5 മാർക്കിനുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് ചിലപ്പോൾ എക്സാമിന്, അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രോബ്ലം കൂടി വരാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചോദ്യങ്ങൾക്ക് എന്താണ്, പ്രോബ്ലത്തിന്റെ ഒരു നാച്ചർ കൂടി എന്ത് ചെയ്യും, അവിടെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. പിന്നീട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. പിന്നെ ബജറ്ററി കൺട്രോൾ ആൻഡ് റേഷ്യോ അനാലിസിസ്. ഇവിടെയും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, നമുക്ക് ഈ ഒരു 4 മാർക്ക് നമുക്ക് അവിടെ നമ്മളെ പ്രോബ്ലംസ് അല്ലെ, ഈ ഒരു 4 മാർക്ക് പ്രോബ്ലം പ്രതീക്ഷിക്കാം. പിന്നീടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ. പിന്നീട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് 15 മാർക്കാണ് അല്ലെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഉൾപ്പെടെ 15 മാർക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാർക്കാണ് നമ്മുടെ കയ്യിലുള്ളത് കൊമേഴ്സുകാർക്ക് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കുക, പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, എന്ന് വിചാരിച്ച് മറ്റ് ഏരിയകൾ പഠിക്കേണ്ടതെന്നല്ല, മറ്റ് ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് പഠിക്കണം. നമ്മളെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നമ്മളെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളും, അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട്, PYQ അനാലിസിസ്, അതുപോലെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള എക്സാമുകൾ, റിവിഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ STO അല്ലെ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളെ കൂടെയുള്ള അധ്യാപകരെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത്രയധികം കോമ്പറ്റേറ്റീവ് എക്സാമിന് കൂടുതൽ ഹെൽപ്ഫുൾ ചെയ്യുന്ന അധ്യാപകരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ STO പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നല്ലൊരു പഠനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട STO ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. ഇപ്പൊ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.